ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തിയായി ചെർപ്പശ്ശേരി കാറൽമണ്ണ തെക്കുംപറമ്പ് നാരായണൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. മേൽശാന്തിയായി മാർച്ച് 31 രാത്രി നാരായണൻ നമ്പൂതിരി സ്ഥാനമേൽക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി ചെർപ്പശ്ശേരി കാറൽമണ്ണ തെക്കുംപറമ്പത്ത് മനയിൽ ടി.എം. നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. 49 അപേക്ഷകരിൽ നിന്നും കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയ 35 പേരുടെ പേരുകൾ നറുക്കിട്ടെടുത്തതിൽ നിന്നാണ് ടി.എം. നാരായണൻ നമ്പൂതിരിക്ക് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായി നിയോഗം ലഭിച്ചത്. പുതിയ മേൽശാന്തിയായി മാർച്ച് 31 രാത്രി നാരായണൻ നമ്പൂതിരി സ്ഥാനമേൽക്കും. അതിനു മുമ്പ് 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷമായിരുന്നു നറുക്കെടുപ്പ്. ക്ഷേത്രം തന്ത്രി പി.സി. ദിനേശൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി. മനോജ്, കെ.എസ്. ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ടി.എം. നാരായണൻ നമ്പൂതിരി കാറൽമണ്ണ ഇല്ലിക്കോട്ടുകുറിശി ശിവക്ഷേത്രത്തിലെ നിലവിലെ മേൽശാന്തിയാണ്. മഹാഭാഗ്യമാണ് ലഭിച്ചതെന്ന് നാരായണൻ നമ്പൂതിരി പറഞ്ഞു. അന്ന് തൊഴാന്നുള്ളത് തന്നെ ഒരു വലിയ മഹാഭാഗ്യം, വലിയ സന്തോഷം. ഗുരുനാഥന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഞാനിപ്പോൾ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലെ മഹാദേവി ഗുരുവായൂരപ്പത്തേക്ക് വലിയ അനുഗ്രഹം. അതുകൂടാതെ അച്ഛൻ കുറേ വർഷം വിളംബിരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മേൽശാന്തി ചെയ്തു. ആ അച്ഛൻ്റെ ആ മഹാവിഷ്ണു ഭഗവാന്റെയൊക്കെ അനുഗ്രഹമായിട്ടാണ് ഈ ഒരു ഭാഗ്യം കൈവന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അച്ഛനമ്മമാരുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം. നാരായണൻ നമ്പൂതിരിയുടെ സഹോദരൻ തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നേരത്തെ ഗുരുവായൂർ, ശബരിമല ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിട്ടുണ്ട്. Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam.